അമേരിക്കൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിയമ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന 160 വർഷം പഴക്കമുള്ള അവകാശത്തെ ഭരണകൂടം ചോദ്യം ചെയ്തിരിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. എന്താണ് ഈ വിവാദം? എന്തുകൊണ്ടാണ് ഭരണഘടനയുടെ 14ാം ഭേദഗതി ഇന്ന് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2025 അധികാരമേറ്റ ട്രംപ് ഭരണകൂടം തന്റെ ആദ്യ ദിനം തന്നെ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ 14.16.0 നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളായ ഒരാളെങ്കിലും അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളയാളോ ആയിരിക്കണമെന്നാണ് ഈ ഉത്തരവ് അനുശാസിക്കുന്നത്. ഇതിനെതിരെ കുടിയേറ്റ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും കോടതിയെ സമീപിച്ചതോടെയാണ് ബാബറ വേഴ്സസ് ട്രംപ് എന്ന ചരിത്രപ്രധാനമായ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി വളരെ വ്യക്തമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ജനിക്കുകയോ പൗരത്വം നേടുകയോ ചെയ്യുന്ന അതിന്റെ അധികാര പരിധിയിലുള്ള എല്ലാ വ്യക്തികളും അമേരിക്കയുടെയും അവർ താമസിക്കുന്ന സംസ്ഥാനത്തിന്റെയും പൗരന്മാരാണ്. 1868 ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അടിമത്തം അവസാനിപ്പിച്ചു കൊണ്ടുവന്ന ഈ നിയമം പൗരത്വം എന്നത് വംശത്തിന്റെയോ മാതാപിതാക്കളുടെയോ പദവിയുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ മണ്ണിൽ ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഈ വാചകത്തിലെ സബ്ജക്ട് ടു ദ ജൂറിഡിക്ഷൻ എന്ന പ്രയോഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഭരണകൂടം ഇപ്പോൾ പൗരത്വം നിഷേധിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ജോൺ സൗർ കോടതിയിൽ ഉന്നയിച്ച വാദവും ശ്രദ്ധേയമാണ്. ഒരു വിദേശ പൗരനോ അനധികൃത കുടിയേറ്റക്കാരനോ അമേരിക്കയിൽ ജനിച്ചാൽ ആ കുട്ടിക്ക് അമേരിക്കയോട് രാഷ്ട്രീയമായ കൂറുണ്ടാകില്ലെന്നാണ് സർക്കാർ വാദിക്കുന്നത്. കുട്ടിയുടെ താമസം മാതാപിതാക്കളുടെ പദവിക്ക് അനുസരിച്ചായിരിക്കുമെന്നും അതിനാൽ നിയമവിരുദ്ധമായ രാജ്യത്ത് കഴിയുന്നവരുടെ കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം നൽകാനാവില്ലെന്നും സർക്കാർ നിലപാടെടുക്കുന്നു. ഈ നിയമം നടപ്പിലായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. മാതാപിതാക്കളുടെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് കുട്ടിക്ക് അവിടെ പൗരത്വം ലഭിച്ചില്ലെങ്കിൽ ആ കുട്ടി ഒരിടത്ത് പൗരത്വമില്ലാത്ത വ്യക്തിയായി മാറും. പൗരത്വമില്ലാത്ത കുട്ടികൾക്ക് മെഡിക്കേഡ് ചിൽഡ്രൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങളും നഷ്ടമാകും. ഇത് പ്രധാനമായും ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ വംശജരായ കുടിയേറ്റക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ തോതിലുള്ള വർണ്ണവിവേചനത്തിന് വഴിവെക്കും. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും മാതാപിതാക്കളുടെ പൗരത്വത്തിന് പ്രാധാന്യം നൽകുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള കുറച്ചു രാജ്യങ്ങൾ മാത്രമാണ് മണ്ണിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന രീതി പിന്തുടരുന്നത്. കുടിയേറ്റക്കാരുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യത്തിന് ഈ നയം അത്യന്താപേക്ഷിതമാണ്. അത് നിർത്തലാക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെയും ബാധിക്കും. നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലും ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ കുട്ടികൾ പുറന്തള്ളപ്പെടുന്നത് വലിയ സാമൂഹിക അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാകും. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം വാദം കേൾക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ഭൂരിഭാഗം ജഡ്ജിമാരും ഭരണകൂടത്തിന്റെ വാദങ്ങളോട് വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. 150 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു ഭരണഘടനാ പാരമ്പര്യം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് പല ജഡ്ജിമാരും നിരീക്ഷിച്ചു. എങ്കിലും യാഥാസ്ഥിതിക ഭൂരിപക്ഷമുള്ള കോടതിയുടെ അന്തിമവിധി എന്തായിരിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. അമേരിക്ക എന്നത് വെറുമൊരു ഭൂപ്രദേശമല്ല, മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ പടുത്തുയർത്തിയ ഒരാശയമാണ്. ആ ആശയത്തിന്റെ കരുത്താണ് ജനനത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം. ഇതിനെ തകർക്കാനുള്ള നീക്കം വിജയിച്ചാൽ അത് കേവലം കുടിയേറ്റക്കാരെ മാത്രമല്ല, അമേരിക്കൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളുടെയും ലംഘനമായി മാറും. മനുഷ്യാവകാശങ്ങളുടെ ഈ പോരാട്ടത്തിൽ നിയമം ആർക്കൊപ്പം നിൽക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.